ജബൽപൂർ എന്ന ഗ്രാമത്ത് ബൃന്ദ തന്റെ ഭർത്താവ് രാംദേവിനൊപ്പം ഇരുന്നു. ബൃന്ദ നാംദേവ് ഭാര്യ ഭർത്താവ് രണ്ടുപേരും ചേർന്ന് നാളികേര ബർഫി വണ്ടി നടത്തിക്കൊണ്ടിരുന്നു. അവർ ചെയ്യുന്ന ബർഫി ജബൽപൂരിൽ ഫേമസ് ആയിരുന്നു. വേറെ നാട്ടിൽ നിന്ന് വരുന്നവർ പോലും ഇവർ ചെയ്യുന്ന ബർഫി വാങ്ങാതെ തിരിച്ചു പോകുകയില്ല. നാംദേവ് പിന്നെ ബൃന്ദയുടെ ജീവിതം നന്നായി പോയിക്കൊണ്ടിരുന്നു. അവരുടെ 2 മക്കൾക്കും സ്കൂളിൽ പോകേണ്ട വയസ്സായി. അവർ വീട്ടു വാടക പോലും ശരിയായ സമയം കൊടുക്കും. നാംദേവിന്റെ മനസ്സിൽ ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അത് അവർക്കൊരു സ്വന്തം വീട് വേണമെന്ന്. വൃന്ദേ, ദൈവകാരുണ്യം കൊണ്ട് നമ്മുടെ തേങ്ങാ ബർഫിക്കട നന്നായി പോകുന്നു. എന്റെ ആഗ്രഹം കുറച്ചു നാളുകൊണ്ട് തന്നെ സ്വന്തം വീടും കടയും പണിയണം. എത്ര നാൾ വാടക വീട്ടിൽ താമസിക്കും? സ്വന്തമായൊരു വീടുണ്ടെങ്കിൽ വളരെ നന്നായേനെ. നിങ്ങൾ പറയുന്നത് ശരിയാ. സ്വന്തം വീട് കടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകും. ശരി, നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കൂ. ഞാൻ അപ്പോഴേക്കും ബർഫി ഉണ്ടാക്കാം. പിന്നെ വൈകുന്നേരം വണ്ടിയിലേക്ക് കൊണ്ടുപോകാം. ബൃന്ദ നാളികേര ബർഫി വളരെ രുചിയായി ഉണ്ടാക്കും. നാളികേര ബർഫി ഉണ്ടാക്കുന്നതിൽ അവൾക്ക് വളരെ കൈപുണ്യമായിരുന്നു. വൈകുന്നേരമായതും ബൃന്ദയും നാംദേവും അവരുടെ നാളികേര ബർഫി തള്ളുവണ്ടിയെ എടുത്തുകൊണ്ട് പോയി. ആ സഹോദര, ഓരോ കിലോ 2 പാക്കറ്റ് തേങ്ങാ ബർഫി തരൂ. സത്ന ഗ്രാമത്തിൽ നിന്ന് അനിയത്തി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബർഫി വാങ്ങിയിട്ടേ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നു. ഈ നാട്ടിൽ തന്നെ നിങ്ങളുടെ തേങ്ങാ ബർഫിയാണ് വളരെ രുചിയുള്ളത്. ഇക്കാര്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? മനോഹർ ചേട്ടാ, ഈ തേങ്ങാ ബർഫിക്ക് ഇത്രയും രുചിയുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം എന്റെ ഭാര്യയാണ്. ഇവളില്ലായിരുന്നെങ്കിൽ എനിക്ക് കട പോലും കാണില്ലായിരുന്നു. ഞാൻ വെറും തേങ്ങ മാത്രമേ കൊണ്ടു കൊടുക്കൂ. ബർഫി ഉണ്ടാക്കുന്നതൊക്കെ എന്റെ ഭാര്യയാണ്. ശരി, ഇതാ വെച്ചോളൂ ബർഫിയുടെ പണം. ശരി, ഞാൻ പോയിട്ട് വരാം. വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾ എന്നെ വെറുതെ പുകഴ്ന്നുകൊണ്ടേയിരിക്കും. ശരി, കുട്ടികൾ കാത്തിരിക്കും. വരെ പോകാം നമുക്ക്. ഞാൻ കള്ളമൊന്നുമല്ലല്ലോ പറഞ്ഞത്. നിന്റെ കയ്യിൽ മായാജാലമുണ്ട്. ആ കാരണം കൊണ്ടാണ് നമ്മൾ നന്നായി സമ്പാദിക്കുന്നത്. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഇപ്പൊ നാംദേവിന്റെ കയ്യിൽ 30,000 രൂപയുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം ബൃന്ദ ടെറസിൽ നിന്ന് തുണികൾ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് അവളുടെ കാൽ വഴുതിപ്പോയതുകൊണ്ട് മുകളിൽ നിന്ന് വീണു. അങ്ങനെ ബൃന്ദയ്ക്ക് തലയും കൈകളിലും വളരെ പരിക്കേറ്റിരുന്നു. ഇവരുടെ തലയിൽ നല്ല പരിക്കേറ്റിട്ടുണ്ട്. വലതു കൈയിലെ എല്ലിന് പൊട്ടലുമുണ്ട്. ഇത് ശരിയാകാൻ 2 മാസമായേക്കാം. ഇവർക്ക് ഫുൾ റെസ്റ്റും വേണം. അമ്മേ, വേഗം ഒന്ന് എഴുന്നേൽക്കൂ. അതെ അമ്മേ, ഇനി അമ്മയെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയേയില്ല. കൃത്യമായി സ്കൂളിൽ പോയേക്കാം. എല്ലാ ജോലിയും ചെയ്യാം. അച്ഛാ, അമ്മ വേഗം എഴുന്നേൽക്കില്ലേ? ഡോക്ടർ നിങ്ങളുടെ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. അമ്മയ്ക്ക് വേഗം ഭേദമാകും. നിങ്ങൾ പോയി നന്നായി പഠിക്കൂ. ഇതാ വൃന്ദേ, മരുന്ന് കഴിക്കൂ. ഞാൻ കാരണം നിങ്ങളെല്ലാം കഷ്ടപ്പെടുന്നു. എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. ഇപ്പൊ വീട്ടിലും പുറത്തും ജോലികളൊക്കെ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാ? നീ വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്ക്. അതിനുള്ളിൽ കുഞ്ഞുങ്ങൾക്കും നിനക്കും ഞാൻ കഴിക്കാൻ ഉണ്ടാക്കിത്തരാം. കഷ്ടവും സുഖവും പറയാതെയാണ് വരിക. നാംദേവ് പിന്നെ ബൃന്ദയുടെ ജീവിതത്തിൽ എല്ലാം നന്നായാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് വന്ന ഈ കഷ്ടപ്പാട് അവരുടെ ജീവിതം തന്നെ മാറ്റി. നാംദേവ് അദ്ദേഹത്തിന്റെ വീട് നോക്കി. ബൃന്ദയ്ക്ക് കയ്യിൽ പരിക്കേറ്റതുകൊണ്ട് പാവം അവൾക്കൊരു പണിയും ചെയ്യാനേ കഴിഞ്ഞില്ല. അവരുടെ ബർഫി കച്ചവടം കുറച്ചു ദിവസമായി നിന്നുപോയി. അതുകൊണ്ട് നാംദേവ് എടുത്തുവെച്ച പൈസകളെല്ലാം വീടിന്റെ വാടക, പിന്നെ ബൃന്ദയുടെ മരുന്ന് ചിലവ്, വീട്ടു ചിലവുകൾക്ക് ശരിയായിരുന്നു. നാംദേവിന് ഒരുപാട് വിഷമമായിരുന്നു. എന്തെന്നാൽ അദ്ദേഹത്തിന് ബർഫി ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വ്യാപാരം ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവമേ, ഞാൻ എന്തു ചെയ്യും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വീട്ടു ചെലവിന് എന്തു ചെയ്യും? കഴിഞ്ഞ മാസത്തെ വീടിന്റെ വാടകയും ഒരുമിച്ച് കൊടുക്കാനുണ്ട്. അതും കൊടുക്കണമല്ലോ. കഴിഞ്ഞ 20 നാളുകളായി കച്ചവടവുമില്ല. എന്തു ചെയ്യും ഞാൻ? ബൃന്ദ നാംദേവിന്റെ വിഷമം മനസ്സിലാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ കച്ചവടം നടന്നില്ലെന്ന് അവൾക്കും അറിയാം. അപ്പോഴാണ് ബൃന്ദയ്ക്ക് ഒരു ആലോചന തോന്നിയത്. അവൾ നാംദേവിനോട് ഇങ്ങനെ പറഞ്ഞു: ഏട്ടാ, നിങ്ങൾക്ക് നാളികേര ബർഫി ഉണ്ടാക്കിയാൽ എന്താ? ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങളും ബർഫി ചെയ്യാൻ തുടങ്ങിക്കോളും. വൃന്ദേ, രുചിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഒരു കച്ചവടവും നടക്കില്ല. ജനങ്ങൾക്ക് നമ്മുടെ ബർഫി എത്രത്തോളം ഇഷ്ടമാണെന്നറിയില്ലേ? എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ വിശ്വസിക്കൂ ഏട്ടാ. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. നിങ്ങൾ നന്നായി ബർഫി ഉണ്ടാക്കും. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ നന്നായി പഠിക്കും. ഞാൻ എങ്ങനെ പറയുന്നോ നിങ്ങൾ അതുപോലെ ചെയ്യ് കേട്ടോ.
ഇപ്പൊ വരൂ, ബർഫി ചെയ്യാൻ തുടങ്ങാം. നാംദേവ് നാളികേര ബർഫി ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം അദ്ദേഹത്തിന് വളരെ കഷ്ടം തോന്നി. പക്ഷേ മെല്ലെ മെല്ലെ ബൃന്ദാവന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. രുചി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, കുറിച്ച് തരൂ. ആഹാ, നിങ്ങൾ വളരെ രുചിയിൽ ബർഫി ചെയ്തിട്ടുണ്ടേട്ടാ. ഞാൻ ഉണ്ടാക്കുന്നേക്കാൾ നിങ്ങൾ നന്നായി ഉണ്ടാക്കി. പോയിട്ട് നമ്മുടെ വ്യാപാരം വീണ്ടും തുടങ്ങേട്ടാ. നിങ്ങൾ നോക്കിക്കോളൂ, നല്ല സമ്പാദ്യം കിട്ടും. ശരി, നീ ശരീരം നോക്ക്. ഞാൻ പോയി കച്ചവടം തീർത്ത് വേഗം വരാൻ നോക്കാം. ഇതുപോലെ കുറച്ച് ദിവസം വരെ നാംദേവ് തന്നെ നാളികേര ബർഫി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ബൃന്ദയ്ക്ക് കുറച്ച് ഭേദമായതുകൊണ്ട് അവളും ഇപ്പൊ നാംദേവിനെ കുറച്ച് സഹായിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് നാംദേവ്, എന്റെ മകളുടെ കല്യാണത്തിന് പയ്യൻ വീട്ടുകാർക്ക് നിന്റെ തേങ്ങാ ബർഫിയാണ് സ്വീറ്റായി കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല രുചിയുള്ള തേങ്ങാ ബർഫി നീ ഉണ്ടാക്കി തരണം. 1 മാസത്തിനുള്ളിൽ എന്റെ മകളുടെ കല്യാണം കാണും. നീ വേണമെങ്കിൽ ഓർഡർ എടുത്തോളൂ. ഇതാ 10,000 രൂപ അഡ്വാൻസായി വെച്ചോളൂ. ദൈവമേ, ഇന്ന് എത്ര വലിയ ഓർഡറാ കിട്ടിയത്! ആവശ്യമുള്ള പണവും കിട്ടി. ഇത് വൃന്ദയോട് പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് സന്തോഷമാകും. നാംദേവ് വീട്ടിൽ ചെന്ന് അവന് കിട്ടിയ ഓർഡറിനെ കുറിച്ച് പറഞ്ഞു. അത് കേട്ട് ബൃന്ദ ഒരുപാട് സന്തോഷിച്ചു. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാ. ഇപ്പൊ നമുക്ക് 2 പേർക്കും നാളികേര ബർഫി ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ പണിയും വേഗം തീരും. നിങ്ങളും വളരെ നന്നായി ബർഫി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടേട്ടാ. പറഞ്ഞു തരാൻ ഇങ്ങനെയൊരു ഭാര്യയുണ്ടെങ്കിൽ ആർക്കാണ് ബർഫി ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റാത്തതെന്ന് പറയൂ. അത് സത്യമാ. ആരോ പറഞ്ഞത് സത്യമാണ്. ഭാര്യ ഭർത്താവിന്റെ ബന്ധം വ്യത്യസ്തമായ ബന്ധമാ. ഈ ബന്ധത്തിൽ കഷ്ടമായാലും നഷ്ടമായാലും ഒരുമിച്ച് പങ്കിടണം. പിന്നെ 2 പേരും ഒരുമിച്ച് ജീവിക്കണം. അങ്ങനെ മെല്ലെ മെല്ലെ അവർ അവരുടെ വ്യാപാരം വലുതാക്കാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം അവർ 2 പേരുടെ പ്രയത്നം കൊണ്ട് അവരുടെ സ്വപ്നം നിറവേറി. അവർ സ്വന്തമായി വീട് വാങ്ങി. അത് കഴിഞ്ഞൊരു സ്വന്തം കടയും തുടങ്ങി. പിന്നെ അവർ ഉണ്ടാക്കുന്ന നാളികേര ബർഫി അത് വളരെ ഫേമസ് ആയി.